നമുക്കൊരു മോഡുലാർ കിച്ചണും അതേപോലെ ഹിഡൻ ടേബിളും പരിചയപ്പെട്ടാലോ? വീഡിയോയിലേക്ക് വരെ. നമ്മൾ ഈ കിച്ചണിൽ മെയിൻ ആയിട്ട് ഹൈലൈറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു ഹിഡൻ ടേബിളാണ്. ഹിഡൻ ടേബിളിൽ നമുക്ക് നിങ്ങളിലേക്കൊന്ന് പരിചയപ്പെടാം. ഇത് ഈ കിച്ചന്റെ ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് പോകുന്ന ടൈപ്പാണ് നമ്മൾ ഹിഡൻ ടേബിൾ കൊടുത്തേക്ക്. ഇങ്ങനെ വന്നിട്ട് ഇതേപോലെ ഇതാണ് നമ്മൾ ഹിഡൻ ടേബിൾ കൊടുത്തത്. നമ്മൾ പിന്നെ ഭക്ഷണം കഴിക്കാനുള്ള കോലത്തിൽ ഈ അടുക്കളുടെ ഫുൾ സ്പേസ് നമുക്ക് യൂസ് ചെയ്യാനുള്ള കോലത്തിലാണ് നമ്മൾ കൊടുത്തത്. ഇത് ഈ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നേരെ പിന്നെ നമ്മളെ കിച്ചണിന്റെ റാക്കിന്റെ ടോപ്പിലെ ബോട്ടത്തിലേക്ക് താഴേക്ക് നീക്കി വെക്കാം. ഒരു ഫുൾ ബോക്സിൽ പിന്നെ ഷെയ്ഡാക്കി താഴേക്ക് ഞാൻ ടേബിളിന്റെ ടോപ്പിലേക്ക് ഇറക്കിയ ബോക്സാണ്. അതിന് കൊടുത്ത പിന്നെ ഒരു ഷട്ടർ ടൈപ്പാണ് നമ്മൾ കൊടുത്തത്. അതുപോലെ നേരക്ക് വെച്ചാല് ഇതേപോലെ 3-4 സ്റ്റോറേജുള്ള തട്ടാണ് ഇവിടെ കൊടുത്തത്. അതേപോലെ ഇങ്ങോട്ട് ഈ സൈഡിലേക്ക് ബോക്സിന്റെ സൈഡിലേക്ക് ഇവിടെ ഒരു സ്റ്റോറേജ് ബോക്സ്. ഇത് ഇവിടെ മുകളിലത്തെ ഈ ബോക്സ് വരുന്നുണ്ട്. ഒരു ചെറിയ ലെവലിലാണ് അവിടെ കൊടുത്തത്. ഇതേപോലെ ഇവിടെ സൈഡിൽ ഒരു സിംഗിൾ ഡോറ്, ഈ സൈഡിലും ഒരു സിംഗിൾ ഡോറ്. ഇവിടെ നമ്മൾ കൊടുത്തത് ഒരു ഓവണാണ്. ഓവണില് മുകളിൽ ഡബിൾ ഡോറാക്കിയാണ് മുകളിൽ കൊടുത്ത ഓവണിന്റെ. അതേപോലെ ഇതിന്റെ സൈഡിൽ 2 ഡോറ്, അതിന്റെ സെന്ററിൽ നമ്മൾ തട്ട് കൊടുത്തു ഒരു സ്റ്റോറേജ് ഉള്ള ലെവലില്. അതായത് ഈ ഡോർ കഴിഞ്ഞാൽ നേരെ മേലേക്ക് ഫോൾഡിങ് ഡോർ നമ്മൾ കൊടുത്തത്. ഒരു ഗ്ലാസ് ഡോറ്, ബ്ലാക്ക് കൂളിംഗ് ഗ്ലാസ് ആണ് ഇട്ടത്. അതിന്റെ ഉള്ളിൽ നമ്മൾ പ്ലേറ്റും കാര്യങ്ങളും വെക്കാനുള്ള ഒരു ഷെൽഫ്. ഇത് കഴിഞ്ഞിട്ട് ഇതിന്റെ നേരെ സൈഡിൽ ഒരു ഗ്ലാസ് ഡോർ നമ്മൾ വീണ്ടും കൊടുത്തത്. അതിന്റെ ഉള്ളിൽ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു തട്ട് കൊടുത്തു. അതേപോലെ ഇതിന്റെ നേരെ ഇങ്ങനെ സൈഡിൽ പിന്നെ ഡബിൾ ഡോറാണ് നമ്മൾ കൊടുത്തത്. സ്റ്റോറേജ് ഉള്ള ലെവൽ തന്നെ കൊടുത്തത്. അതേപോലെ ഈ സൈഡിലും ഒരു സ്റ്റോറേജ് ലെവൽ തന്നെ കൊടുത്തത്. ഇവിടെ സെന്ററിൽ ഒരു തട്ട് നമ്മൾ എക്സ്ട്രാ സാധനം വെക്കാനുള്ള ലെവലില് അതേപോലെ ഇത് കൊടുത്തു. നമ്മൾ ഇതേ പാറ്റേണിലാണ് നമ്മൾ താഴെ കൊടുത്തത്. നമ്മൾ താഴത്തെ ഒന്ന് പരിചയപ്പെടാൻ. ഇത് അതേപോലെ ഇവിടെ 2 ഡബിൾ ഡോറിൽ ഈ 2 ഷെൽഫാണ് കൊടുത്തത്. അത് കഴിഞ്ഞാൽ ഇവിടെ 3 ഡ്രോവറാണ് കൊടുത്തത്. 3 ഡ്രോവർ സെൽഫാണ് നമ്മൾ കൊടുത്തത്. ഒരു പ്ലെയിൻ സെൽഫ്, താഴെയും അതേപോലെ പ്ലെയിന്. ഈ ഷീറ്റ് കട്ട്ലറാണ് ഇവിടെ കൊടുത്തത്. ഇവിടെ ഒരു പ്ലേറ്റ് ആണ് കൊടുത്തത്. പ്ലേറ്റ് ടൈപ്പാണ് കൊടുത്തത്. അതേപോലെ ഇവിടെ ഈ അത് കഴിഞ്ഞാൽ ഒരു പുള്ളോട്ടാണ് നമ്മൾ കൊടുത്തത്. അത് കഴിഞ്ഞാൽ ഒരു ഡബിൾ ഡോറ് സ്റ്റോറേജ് ലെവലിലാണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതേപോലെ ഒരു 3 ഡ്രോവറാണ് കൊടുത്തത്. അതിൻ്റെ താഴെയായിട്ട് ഒരു ഷീറ്റ് കട്ട്ലറി, അതിൻ്റെ താഴെയായിട്ട് ഒരു പ്ലേറ്റ്, അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ കൊടുത്തത് പിന്നെ ഒരു ഡോറാണ്. വലിയ സാധനങ്ങൾ സ്റ്റോറേജ് ചെയ്യാൻ കൊടുത്തത്. അതിൻ്റെ മുകളിൽ നമ്മൾ ഓവൻ്റെ താഴെ നേരായിട്ട് വലിയ 2-3 ഡ്രോവറാണ് കൊടുത്തത്. ഇതും പ്ലെയിനാണ്. 3 ഡോർ നമ്മൾ പ്ലെയിനാക്കി കൊടുത്തത് സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനുള്ള കൊലത്തിൽ. അതിൻ്റെ നേരെ സൈഡിൽ ഒരു സ്റ്റോറേജ് ബോക്സിന് കൊടുത്തത്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഹിഡൻ ടേബിളിൻ്റെ നേരെ താഴെയായിട്ട് ഒരു ഷീറ്റ് കട്ട്ലറി, അതിൻ്റെ താഴെ ഒരു പ്ലേറ്റ്, അതിൻ്റെ സൈഡിൽ നമ്മൾ ഡബിൾ ഡോറാക്കി സ്റ്റോറേജ് ലെവലിലാണ് കൊടുത്തത്. കിച്ചൻ്റെ ഫ്രണ്ടേജ് നമ്മൾ കൊടുത്തത് പിന്നെ താഴേക്ക് സ്പേസ് ഒരു 3 ഇഞ്ച് ഉള്ളിലേക്ക് വലിച്ചാണ് കൊടുത്തത്. നമ്മളെ കാല് അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ. ഈ സ്ട്രൈറ്റ് ആക്കി നിൽക്കുന്നത് നല്ല നമ്മളെ കാല് ഒരു 3 ഇഞ്ച് ഉള്ളിലേക്ക് പോകുമ്പോൾ നമുക്കിവിടെ കിച്ചണിൽ യൂസ് ചെയ്യാനുള്ള ഒരു സുഖത്തിന് വേണ്ടിയാണ് നമ്മൾ അങ്ങനെ കൊടുത്തൊരു താഴ്ന്നൊരു 3 ഇഞ്ച് ലെവലിൽ ഉള്ളിലേക്ക് കയറ്റി കൊടുത്ത കിച്ചണ്. ആ കിച്ചണിൻ്റെ ലെവലിൽ നമ്മൾ ഒരു വാം LED ആണ് ഫുള്ളായിട്ട് കൊടുത്തത്. നമ്മളെ മോളിൽ കൊടുത്തത് ഫുള്ള് ഇവിടെ സ്റ്റോർ റൂമും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ മോളിൽ ഒരു ബോക്സാണ് കൊടുത്തത്. നമ്മുടെ സ്ലാബിൻ്റെ ഒന്ന് ഏകദേശം ഒരാൾ അതിൻ്റെ തൊട്ട് വേഗത്താണ് കൊടുത്തത്. ഈ സൈഡിൽ നമ്മൾ ഫുൾ പാനലിംഗ് ആണ് കൊടുത്തത്. അതേപോലെ ഈ സൈഡിലേക്ക് ഓപ്പണിംഗ് ഡോർ, ഈ സൈഡിൽ ഓപ്പണിംഗ് ഡോറാണ്. ഫുൾ സ്റ്റോറേജ് സ്പേസും ലെവലാണ് നമ്മളിവിടെ ഷൂട്ട് ചെയ്യുക.
ഫുള്ളായിട്ട് നമ്മൾ സ്റ്റോറേജ് സിസ്റ്റംസ് കൊടുത്തുള്ള ഈ ഇപ്പോഴത്തെ ക്വാളിറ്റി ആകുമ്പോൾ ഈ സ്റ്റോർ റൂം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ട്. അതുകൊണ്ട് ഈ മുകളിലെ ടോപ്പിൽ ഫുള്ളായിട്ട് നമ്മൾ സ്റ്റോറേജ് ബോക്സിലാണ് കൊടുത്തത്. ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന സിങ്കിന്റെ മുകളിൽ ഒരു GTBT ബോക്സ് ആണ്. നേരെ നമ്മള് പിന്നെ വാഷ് ചെയ്താൽ നേരെ ഇതിക്ക് പിന്നെ ബോക്സിക്ക് പിന്നെ താഴെ നേരെ സ്റ്റോറേജിലെ വെള്ളം നേരെ സിങ്കിക്ക് ഗുണഫലത്തിലാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അതിന് അടിത്തിയിൽ കൊടുത്തത് പ്ലെയിനും മുകളിലത്തെ ഒരു പ്ലേറ്റും മുകളിലത്തേൽ പിന്നെ സ്റ്റോറേജ് സ്പേസ് ഉള്ളതുകൊണ്ട് ഒരു ലെവലിൽ പ്ലെയിനിൽ ഒരു തട്ട് കൊടുത്തു. അതിന് നമ്മൾ കൊടുത്ത ഒരു 3 ഡോറും. നമുക്ക് ഇനി ഒരു കർട്ടനുമാണ് പരിചയപ്പെടാം. ഈ കർട്ടൻ വരുന്നത് പിന്നെ ഫോൾഡിങ് ടൈപ്പിലാണ് കർട്ടൻ വരുന്നത്. നേരെ മുകളിലേക്ക് താഴേക്ക് നമ്മൾ ഓപ്പൺ കൊടുക്കുന്നത്. ഓപ്പൺ ചെയ്ത് ഇതേപോലെ ഇരിക്കുകയാണ് ചെയ്യുക. ഓപ്പണായി ഇതേപോലെ ക്ലോസിങ്. നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന ഡൈനിങ് ഹാളിന്റെ ഒരു ഫുൾ സ്പേസ് നമുക്കിവിടെ കിട്ടാൻ വേണ്ടിയാണ് ഈ ഒരു സ്പേസ് കൊടുത്തത്. അതിന് നമ്മളൊരു കർട്ടൻ്റെ ഒരു മോൾക്ക് ഫോൾഡ് ചെയ്യുന്ന ടൈപ്പിലാണ് നമ്മൾ കൊടുത്തത്. നമുക്ക്